നിങ്ങളുടെ മനസ്സാക്ഷികളുടെ കോടതികളിൽ ഇവരെ വിചാരണ ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്കാര സാഹിതിയുടെ നാടകം ആരംഭിക്കുന്നു. കള്ളനും കപ്പിത്താനും. ആശയം CR മഹേഷ് MLA. ആവിഷ്കാരം പ്രദീപ് പയ്യനും. ഏകോപനം NV പ്രദീപ് കുമാർ. ക്ഷമിക്കണം, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പാർട്ടി ഓഫീസിൽ രക്തസാക്ഷി ഫണ്ടിന്റെ രസീത് കുറ്റി തിരുന്ന തിരക്കിലാണ്. ഇത് വലിയ തൊന്തരമായല്ലോ. ഹലോ, കോട്ടപ്പള്ളിയല്ലേ? എന്തിന് മനസ്സിലായില്ലെന്നാ? ഞാൻ വഴുതക്കാട് ചായക്കട നടത്തുന്ന ഉത്തമൻ. ഇത് കോട്ടപ്പള്ളിയല്ലേ? കണ്ണൂരിലെ കോട്ടപ്പള്ളി തന്നെ അല്ലേ? എന്തൊരപ്പി നിങ്ങൾ ഇത് കാണിക്കരുത്. ഇവിടെ ചായകൾ കൊടുക്കുമ്പോ കൊടുക്കാനായിട്ട് കടികളില്ല. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് 4 കൊട്ട അപ്പം, കാലത്ത് 7 മണിക്ക് 2 കൊട്ട അപ്പങ്ങളും തന്നെ ചെല്ലേ. നിങ്ങൾ കണ്ണൂർക്ക് പോയത് സമയങ്ങൾ ഇപ്പൊ 7:40 കഴിഞ്ഞു. ബാക്കി 2 കൊട്ട അപ്പങ്ങൾ എവിടെ? ചുമ്മാ ആളുകളായിട്ട് മണ്ടം കൂടാപ്പനാക്കരുത്. കണ്ണൂരിന്റെ പപ്പനാവന്റെ മണ്ണിലേക്ക് വണ്ടികൾ ഓടിയെത്താനുള്ള ടൈമിൽ കേവലം 20 മിനിറ്റ്. എന്റെ മുടിപ്പൊരു അമ്മച്ചി പറഞ്ഞ നാക്കകത്തെ കിട്ടില്ല. ഒരു 2 കൊട്ട അപ്പോ. മണ്ണിൽ നിന്നുയർന്നു വന്ന പടുമരം, ചോര വീണ മണ്ണിൽ നിന്നു പൊങ്ങി വന്ന പണമരം. നോക്കുവിൻ സഖാക്കളെ, ഇല കൊഴിഞ്ഞൊരീ മരം ഇനിയിതത്ര കാലമെന്നു കണ്ടു തന്നെ അറിയണം. എന്റെ മുടിപ്പന അമ്മച്ചി, ഇതൊന്നും അത്ഭുതങ്ങള്. സമയങ്ങൾ ഇപ്പൊ 7:50. ഫുൾ സലാം കോട്ടപ്പള്ളി, ഫുൾ സലാം. അരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് മുതലാളിത്ത ചിന്താസരണികളുടെയും ബൂർഷ്വാ വ്യവസ്ഥിതികളുടെയും സങ്കുചിത താല്പര്യങ്ങളുടെ വൈരുദ്ധ്യാത്മക സങ്കലനമാണ്. എങ്ങനെ മനസ്സിലായോ? മനസ്സിലാക്കി തരാം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും. ചായ എടുക്കട്ടെ സഖാവേ? ചായ എടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ ചായ കഴിച്ച ഗ്ലാസ് എന്നെ കഴുകാൻ അനുവദിക്കണം. അതാണ് ഞങ്ങൾ സ്വീകരിച്ച താത്വികമായ നിലപാട്. മറ്റൊരു നിലപാട്, അയ്യോ ഇതെന്തരി, ഇത് ഞാൻ അലക്കാനിട്ട് എന്റെ തുണികളാണല്ലേ. എന്റെ ഉത്തമട്ട, ഞങ്ങൾ ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ആടെ എടുത്തു കൊടുക്കും. എടെ കാത്തി, നീ ഒന്ന് ഉറ്റടിക്ക്. ഞാൻ അടിക്കാൻ തുടങ്ങിയേച്ചി. എന്റെ മുടിപ്പൊരു അമ്മച്ചി, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇനി എന്തൊക്കെ കാണാണ്ടിരിക്കുന്നു തമ്മ? എല്ലാം ശരിയാകും, അതിന് യാതൊരു സംശയം വേണ്ട. അടിസ്ഥാനപരമായി കേരളം പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഓക്സിജന്റെ പ്രപഞ്ചവീക്ഷണമായ വൈരുദ്ധ്യാത്മക ഹൈഡ്രജൻ എന്ന വികസനം ദർശനം അപ്പത്തൊട്ടകളുടെ വികാസത്തിലേക്ക്, സാമൂഹ്യ ചരിത്രപരമായ മാത്തമാറ്റിക്സുകളിലേക്ക്. എന്റെ മുന്ന് കോട്ടപ്പള്ളി, ചായ ഉടനെ കൊണ്ടുവരാം. മനസ്സിലാക്കി തരാം. റെഡി? 1 2 3 4. വഴുതക്കാട്ട് പോണോരെ, അപ്പം വിൽക്കാൻ പോണോരെ, വഴുതക്കാട്ട് പോണോരെ, അപ്പം വിൽക്കാൻ പോണോരെ. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? പോരാളികൾ പോയി വരുമ്പോൾ ഉലക്ക കൊണ്ടുവരും. ഇരുമ്പുലക്ക പുഴുങ്ങി വച്ചത് പൊതിഞ്ഞു കൊണ്ടുവരും. പൊന്നമ്പലമേറ്റിലെ പൊന്നടിച്ചു മാറ്റുവാൻ ഊറ്റമുള്ളൊരു പോറ്റിയെ പോറ്റാനൊരു കൂട് കൊണ്ടുവരും. ഓഹോ ചകാതെ 8:20 കണ്ണൂരേക്കുള്ള
എന്തിന്? എന്താ ആവശ്യം? നിങ്ങൾ കാര്യങ്ങൾ വസ്തുതാപരമായി പഠിക്കാത്തതിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ചോദ്യം. പറയുന്നത് മനസ്സിലാവുന്നില്ല മാഷെ. എനിക്കും മനസ്സിലായിട്ടില്ല മാഷെ. തന്നല്ലേ ആ ടാറ്റുകളൊന്ന് ലളിതമായി പറഞ്ഞു കൂടി ഓട്ടപ്പള്ളി. മനസ്സിലാക്കി തരാം, വിശദമാക്കി തരാം. ശ്രദ്ധിച്ചു കേട്ടോ. അതായത് അതിവേഗത്തിൽ ഓടുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ ഉണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്താം. എല്ലാം മേലെ കൂടിയാ പോവുക. ഭൂമി വേണ്ട, എല്ലാം ആകാശത്തൂടെയാ പോവുക. സ്വർഗത്തിൽ നിന്നും വീഴുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. ഞാനാണ് കപ്പിത്താൻ. മറുതായി ഭരതനെന്ന സഖാവ് കണ്ടേ. നാടിലെ ലോകമെന്നും നാട്ടിച്ചീടും കാരണഭൂതൻ മറുതായി ഭരതനെന്ന സഖാവ് കണ്ടേ. കൊണ്ടടിച്ചു മാറ്റി ചെമ്മരിച്ച കാരണഭൂതൻ എഴുന്നള്ളും നീതു വലിയ അഭിവാദ്യങ്ങൾ. അതെന്തോ അമ്മ തേക്കപ്പെട്ടെന്ന് വേണ്ട കേട്ടാ. അടക്ക് നോക്ക്. അപ്പോ ക്ലിഫ് ഹൗസിലെ വിമാനത്താവളത്തിന്റെ കാര്യങ്ങൾ എന്തായി? അതിപ്പോ ക്ലിഫ് ഹൗസിൽ പെട്ടെന്നൊരു വിമാനത്താവളത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാലാകാലം ഈ 1.5 കോടിയുടെ കാര്യം സഞ്ചരിക്കാനൊന്നും എനക്കാവുന്ന കേട്ടാ. ജെറ്റ് വേണം, ജെറ്റ് വിമാനം. അതിനിപ്പോ കാലാകാലം സഖാവ് തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി? പിന്നല്ലാതെ ലോകാവസാനം വരെ ഞാൻ തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേട്ടാ. ഞാനല്ലെങ്കിൽ എന്റെ മരുമകൻ, അതിനുശേഷം ഓന്റെ മരുമകൻ. ആ പിന്നെ വിമാനത്താവളത്തിന്റെ കരാറും നീരാളെങ്കിലും തന്നെ കൊടുക്കണം കേട്ടാ. കമ്മീഷൻ ആദ്യം തന്നെ വാങ്ങി വെക്കാൻ മറക്കണ്ട കേട്ടില്ല. ആ ഓ ആയിക്കോട്ടെ, അതിരിക്കട്ടെ. നാളെ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട കാര്യം ഞാൻ എഴുതി തന്നത് വായിച്ച് പഠിച്ചോ? അല്ലെങ്കിൽ തന്നെ കൂട്ടത്തിൽ ഇപ്പോ പറയിക്കാനായിട്ട് 2-3 ഇംഗ്ലീഷുകാരുണ്ട്. പണ്ട് ഏതാണ്ട് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഇംഗ്ലീഷ്. In the house of my wife and daughter, you will not see any minute after today. അത് പോടാ. എഴുതിയത് പഠിച്ച അവനവന് കൊള്ളാം. എനക്ക് സമയം കിട്ടണ്ടേ? ഞാനിപ്പോ കുടുംബസമേതം അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലേ? അമേരിക്ക. ഒരു കാര്യം ഞാൻ പറയാം സഖാവേ, സഖാവും കുടുംബവും ഇതുവരെ ഉല്ലാസയാത്ര നടത്തിയതിന്റെ ചെലവ് എത്രയാണെന്ന് അറിയാമോ? 110 കോടി രൂപ. തെരഞ്ഞെടുപ്പാ വരുന്നത്. ജനങ്ങൾ വലിച്ചു പറിച്ച് താഴെയിടും. നല്ല ഊശിലുള്ള ചെറുപ്പക്കാര് പിള്ളേരെ അപ്പുറത്തുണ്ട്. അവരെയൊക്കെ
വല്ല ഗർഭക്കേസിനോ പെട്ടു കേസിനോ കൊടുക്കുകയാകത്തില്ല കേട്ടാ. ആ അങ്ങനെ നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ 90% അകത്ത് കിടക്കേണ്ടി വരും, മന്ത്രിമാരും MLA മാരും അടക്കം. അതില് നീയും കൊടുക്കട്ടാ. എന്താണ് അവിടെ? ബൈക്ക് ഓടിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ ഹൈവേ റോഡിൽ കുഴിയിൽ വീണു. കാറ്റ് പോയെന്നാ തോന്നുന്നത്. അത് അങ്ങനെ വരെ വഴിയില്ലല്ലോ. കേരളത്തിലെ ഏതാണ്ടെല്ലാ റോഡുകളും ന്യൂയോർക്കിൽ സമാനമാക്കി വെച്ചിട്ടാണല്ലോ ഞാൻ അമേരിക്കയിലേക്ക് പോയത്. ന്യൂയോർക്ക് മണ്ണാങ്കട്ട. നോക്ക്, നാട്ടുകാർ കാണുന്നതിന് മുമ്പ് വേഗം തടി കഴിച്ചതാക്കാൻ നോക്ക്. അമ്മാതി വീട്ടിലൊന്നും പേടിച്ചു പോകുന്നതാണല്ലേ ഞാൻ കേട്ടാ. ധർമ്മടത്തെ വെണ്ണകൂടായിട്ട് വരാത്തേലേ ഊരി പിടിച്ച ആളുകൾക്കിടയിലൂടെ കുന്തം ഡൽഹിയിലെത്തിയ മുട്ട് വരക്കും. എന്തിന്? കൺട്രോൾ കൺട്രോൾ, കപ്പല് കൺട്രോൾ, കൺട്രോൾ കൺട്രോൾ. എനക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റണ്ടേ? ഇതിന്റെ ആ ചെറിയ സ്പാനർ, ക്ലച്ച്, ഗിയർ എവിടെ? ഇത് ഈ കപ്പല് ഇപ്പൊ പോകുന്നതായിരിക്കും. ഓരോ ആളായിട്ടും തുള്ളിക്കോ എന്നെ കൊണ്ടിത് കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നില്ല. ഈ കപ്പല് ഇപ്പൊ തന്നെ മുങ്ങും. I will control Mr. Marudai Bardhan. नमस्कार मिस्टर मरुदाई बर्दन भाई, आप कैसे हैं? आपकी बेटी की लॉक्सालोजी कमरे मास के वेदन मासा पड़े 1,72 लाख रुपए. क्या आप ईडी बोल सकते हैं? ആണോ? എന്താ ഇയാളീ പറയുന്നത്? प्लीज एक्सप्लेन मिस्टर पिया. അത് സഖാവിന്റെ മകളുടെ മാസപ്പടി 1,72,00,000 രൂപ. ലോക്സാലോജിക് കമ്പനി കരിമണൽ 1.5 കോടി ED ഇങ്ങോട്ട് പറഞ്ഞയക്കണോന്ന്. അയ്യോ വേണ്ട, നമുക്ക് കോംപ്രമൈസിലേക്ക് കടക്കാം. കോംപ്രമൈസ് Well done my boy, well done. കോംപ്രമൈസ്. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. അതിന് സഖാവിനെ ഇങ്ങനെ പേടിക്കുന്നത്? മോള് കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടല്ലേ? ഒരുമാതിരി താടിക്ക് തീ പിടിക്കുമ്പോ ഗുടിക്ക് തീ പറ്റിക്കല്ല കേട്ടാ. എല്ലാം കൂടി കോംപ്രമൈസ് ആക്കിയതിലല്ലേ ഞാൻ PM ശ്രീയില് ഒപ്പിട്ട് കൊടുത്തത്. ആരോട് ചോദിച്ചിട്ട്? അത് എന്നോട് ചോദിച്ചിട്ട്. അതൊന്നും നിങ്ങളാരും അറിയേണ്ട കാര്യമല്ല കേട്ടാ. എങ്കിൽ പിന്നെ നാളെ അവര് പറയുന്ന പോലെ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. എന്ന് വെച്ചാല് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതല്ലെന്നും മഞ്ഞപ്പിത്തം വന്ന് മരിച്ചതാണെന്നും നാളെ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അച്ചടിച്ച് വരും. സഖാക്കളെ, നിങ്ങൾ തീർത്ത കുഴികളിൽ നിങ്ങളാണ് നടുമുടിഞ്ഞു വീണതെന്നതോർക്കണം. ഓ എന്റെ സരസു, ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊരു എത്തുമ്പോഴേയും കിട്ടുന്നില്ല. എമ്മാതിൽ വിലക്കയറ്റാണ്. നേരാടി, രാജ്യത്തൊരിടത്ത് ഇങ്ങനെ ഒരു വിലക്കയറ്റമില്ല. ദേ ഇതിപ്പോ കണ്ടില്ലേ, 1000 രൂപയും കൊണ്ട് കടയിൽ കയറിയതാ. പച്ചക്കറിയും വെളിച്ചെണ്ണയും അല്ലറ ചില്ലറ മറ്റു സാധനങ്ങളും മേടിച്ചപ്പോ ചുടും രൂപ 1000 തീർന്നു. അതിന് തക്കവണ വരുമാനം ഉണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു. നിനക്കാണെങ്കിൽ ഒരു ആശാവർക്കരെ പണിയെങ്കിലും ഉണ്ട്. ആശാവർക്കറുടെ പണി, ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പെടാപ്പാടായപ്പോഴാ നാട് ഭരിക്കുന്ന ഇരട്ടച്ചങ്ങനോട് ഒരു 100 രൂപ കൂട്ടിത്തരാൻ വേണ്ടി പറഞ്ഞത്. എവിടെ, രാവും പകലും മഴയും വെയിലും കൊണ്ട് റോഡിൽ കിടന്ന് യാചിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം ശരിയാക്കുന്ന ഒരാള്. അതിനെന്താടി, നമ്മുടെ ലാലേട്ടൻ അവാർഡ് കിട്ടിയപ്പോ അനുമോദിക്കാൻ വേണ്ടി നടത്തിയ ചടങ്ങില് അണ്ടിപ്പരിപ്പും ബദാമും വിട്ട് പാല് കൊടുക്കാൻ 3.5 കോടി ചെലവാക്കിയില്ലേ? അല്ലേലും ദൂർത്തടിക്കാനുള്ള പണത്തിന് ഈ സർക്കാരിന് ഒരു കുറവുമില്ല. കോടികൾ മുടക്കിയിട്ടാ
തൂറാൻ കക്കൂസുള്ള ഒരു ബസ്സിലിരുന്ന് മന്ത്രിസഭ മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറ് നടത്തിയത് ഓർമ്മയുണ്ടോ നിനക്ക്? പിന്നെ ഓർക്കാതെ അന്നാ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചതിനല്ലേ എന്റെ ഭർത്താവിനെ അവർ തല്ലി ഒടിച്ചത്. പാവം, പിന്നീട് അതിയാന് കൂലിപ്പണിക്ക് പോകാനായില്ല. ഒരു ഗതിയും ഇല്ലാതായപ്പോ ലോട്ടറി ടിക്കറ്റുമായിട്ട് നടക്കുക. ആ പറഞ്ഞ നാക്കെടുത്തില്ല. ദേ വരുന്ന നിന്റെ കെട്ടിയവൻ. കഴിച്ചു കഴിച്ചു. 2 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും. സത്യം പറയാലോ, ഇന്ന് ഇത്ര നേരമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. നാട്ടുകാരോട് യാചിച്ചിട്ടുണ്ട്, അതൊരു ലോട്ടറി എടുക്കുമോ എന്ന് ചോദിച്ചാണ്. ഒരു ചായ കുടിക്കാനുള്ള കാച്ചിന് വേണ്ടി യാചിക്കാൻ മനസ്സ് വരുന്നില്ല. കേരളം അതിദാരിദ്ര്യ മുക്തമാണ് പോലും. എന്നിട്ടും കേരളത്തിന്റെ വഴിയോരങ്ങളിൽ നിറയെ ലോട്ടറി വിൽക്കുന്ന ഗതികെട്ടവരുടെ യാചനയുടെ ദയനീയ മുഖങ്ങളാണ്. വല്ല ഹോട്ടലുകളിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ പൊറോട്ട അടിക്കുന്നതും നെച്ചിൽ പാത്രം കഴുകുന്നതും പോലും ബംഗാളികൾ. സോഷ്യലിസം പൂത്തു തളിർത്ത പശ്ചിമ ബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഒത്തുപിടിച്ചാൽ പിടിച്ചു നിർത്താം, ഒത്തുപിടിച്ചാൽ പിടിച്ചു നിർത്താം, ഒത്തുപിടിച്ചാൽ പിടിച്ചു നിർത്താം, ഒത്തുപിടിച്ചാൽ പിടിച്ചു നിർത്താം. പിടിച്ചു നിർത്താം. പോരാളി ഷാജിമാരാണ്, സൈബർ പോരാളികൾ. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഭരണ നേട്ടങ്ങളെ കുറിച്ച് വാർത്തിപ്പാടാൻ അച്ചാരം വാങ്ങിച്ച പോരാളി ഷാജിമാർ. സ്വന്തം ചമ്പായി മാറ്റിയേ, സ്വന്തം പാടികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, ഓട്ടിയേ കേട്ടിയേ, സ്വന്തം ചമ്പായി മാറ്റിയേ, സ്വന്തം പാടികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ. സ്വന്തം കണ്ടവനാരമ്മ സഖാക്കളാണേ അയ്യമ്മ, കോപം മാറ്റിയതാരമ്മ സഖാക്കളാണേ അയ്യമ്മ. സ്വർണം കട്ടവനാരമ്മ സഖാക്കളാണേ അയ്യമ്മ, ദ്രോഹം മാറ്റിയതാരമ്മ സഖാക്കളാണേ അയ്യമ്മ. നീ ഇങ്ങോട്ടൊന്ന് വാ. നീ എന്ത് മണ്ണാങ്കട്ട കണ്ടെന്നാ ഈ പറയണത്? സത്യാണ് ചേട്ടാ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയതാ. അപ്പൊ ജനാല വരെ അയാൾ എന്നെ എത്തി നോക്കി. അതാ ഞാൻ പേടിച്ച് കൂവിയത്. ഞാൻ അയാളെ ശരിക്കും കണ്ടതാ. അയാൾക്ക് ഒറ്റ കയ്യുള്ളൂ. എങ്കിലത് അരവിന്ദ സ്വാമി തന്നെ. അയ്യോ, അരവിന്ദ സ്വാമിയോ? അവനല്ലേ തീവണ്ടി ഒരു പെണ്ണിനെ തള്ളിയിട്ട് കൊന്നത്? അതെ, അവനെങ്ങനെ ജയിലിൽ ചാടി. എന്തായാലും അവൻ അധികം ദൂരമൊന്നും പോകാനിടയില്ല. നീ വാ, നമുക്കിപ്പോ തന്നെ പോലീസിനെ വിളിക്കാം. ഇതെന്തൊരു നാട്! പാവപ്പെട്ട കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ.
ഇവിടെ രക്തസാക്ഷി ഫണ്ടിന്റെ കോടികൾ അടിച്ചു മാറ്റിയവന്മാരൊക്കെ അന്തസ്സായിട്ട് നിയമസഭയിൽ പോലും ബലസുന്നു. ഗതി കെട്ടപ്പോൾ ആരാന്റെ വീട്ടിലൊരു വാഴക്കുല വെട്ടി വിറ്റ ഈ പാവപ്പെട്ട കാരക്കൂട്ടിൽ ദാസൻ ഭൂലോക ഫ്രാഡ്. ഇല്ല, ഈ നാട് നന്നാവൂല, ഈ നാട് നന്നാവൂല. അനങ്ങിപ്പോകരുത്. ആരാണിത്? സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഞാനാണ് കാരക്കൂട്ടിൽ ദാസൻ, ദാസൻ ചട്ടമ്പി. அப்படியா? அந்த கத்தியை கீழே போடு, கீழே போடு. நான் யாருன்னு தெரிஞ்சா நீ நறுங்கிடுவேன். நான் தான் அரவிந்த சாமி. നീ എന്നെ ജയിലിൽ ചാടിയത്? ആ, നിന്നെ പിടിച്ചു കൊടുത്താൽ 10,000 കിട്ടുമെന്ന് പത്രത്തിലുണ്ട്. கொடுப்பா, நீ கொடு. ஜெயிலு சாடியதுக்கு அப்புறம் பெரிய கஷ்டம்தான். இந்த கேரளாவில பிழைச்சு போகிறது ரொம்ப ரொம்ப கஷ்டம். எல்லாத்துக்கும் பெரிய வேலைதான். தாங்க முடியலப்பா, தாங்க முடியல. ആ, അത് നീ പറഞ്ഞത് നേരാ. കേരളത്തിൽ 3 നേരം പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 500 രൂപ. இன்னைக்கு சந்தோஷமான ஒரு வார்த்தை என் காதால கேட்டிருக்கேன். എന്ത് വാർത്ത? இந்த கேரளாவிலே திருடர்களுக்கும் கொலைகாரர்களுக்கும் பெரிய சாலனை. புரிஞ்சுதா? தடவு புள்ளிகளுக்கு எல்லாமே பெரிய சம்பளம். എന്ത്? തടവുപുള്ളികൾക്ക് ശമ്പളമോ? കൊലപാതകങ്ങൾക്ക് ശമ്പളമോ? நிஜம்தாப்பா. டெய்லி 620 ரூபாய் சம்பளம். ഡെയിലി 620 രൂപ ശമ്പളോ? ഇവിടെ ആശാവർക്കർമാർക്ക് വെറും 280 ദിവസക്കൂലി, തൊഴിലുറപ്പുകാർക്ക് 346, ജയിൽ പുള്ളികൾക്ക് 620 രൂപ ശമ്പളോ? ഓ, എന്റെ കൂർമ്മക്കാവിന് ഭഗവതി, എന്നെ ഒന്ന് ജയിലിൽ എത്തിച്ചു തന്നാൽ 10,001 രൂപ ഞാൻ നിന്റെ ഭണ്ണാർത്തിലിടാം. എടാ അരവിന്ദസ്വാമി, ഇത് തന്റെ കേരളം. அது இருக்கட்டும், ஜெயிலுக்கு போகிறதுக்கு உனக்கு என்ன மெரிட் இருக்கு? അത് വേണ്ട. എന്റെ യോഗ്യതയെ നീ ചോദ്യം ചെയ്യരുത്. 5 കൊലപാതകം, 15 സംഗമം, 25 പിടിച്ചുപറി, 35 ഭവനഭേദനം. அட கடவுளே, நீ அவ்வளவு பெரிய ஆளா? എടോ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മോഷണത്തിന്റെ കാര്യത്തിൽ നാട്ടിലെ ഭരണാധികാരികളുടെ അത്ര എത്തില്ല എന്നേ ഉള്ളൂ. ആരാന്റെ വീട്ടിലൊരു വാഴക്കുല ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, അത്ര തന്നെ. എന്നാലും ഈ കാരക്കൂട്ടിൽ ദാസൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയും: ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും നടത്തുന്ന പാവപ്പെട്ട അധമന്മാരുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഇരട്ടച്ചങ്കുള്ള ഒരു സർക്കാരിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. പതുക്കെ പിടിച്ചു പോകും. ഇത് തമിഴ്നാടല്ല. നാട്ടുകാരെങ്ങാനും നമ്മളെ കണ്ടാൽ ചുരുട്ടിക്കൂട്ടി പഞ്ഞിക്കിടും, അതോടെ തീരും. എന്റെ കൈ മുഴുവനും പോയി. എന്റെ അമ്മേ, എന്റെ കൈ കാണാൻ പറ്റുന്നില്ല. എന്റെ കൈ പോയി. കുണ്ടുട്ടായിലെ ബോംബ് സ്ഫോടനത്തെ പറ്റി എന്താണ് സഖാവ് ചെരുപ്പിന്റെ അഭിപ്രായം? കുള്ളുട്ടായില് ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ചാനലുകാരെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പൊ അവിടെ പൊട്ടിയത് ബോംബല്ലേ? അല്ല, ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോ സാധാരണയായി ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കമാ ഇവിടെ പൊട്ടിക്കുന്നത്. കെട്ടൽപ്പം മുറുകിപ്പോയ സ്ഫോടനം ഉണ്ടാവും. അനുഭവസ്ഥരല്ലെങ്കിൽ അപകടവും ഉണ്ടാവും. ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും ആക്രമണോത്സുകമായ തയ്യാറെടുപ്പുമാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കണം.
രക്ഷിക്കണം. ഞങ്ങളെ കാപ്പാത്ത്. അയ്യോ എന്താ ഇത്? എഴുന്നേൽക്ക്. എന്തിനപ്പാ? ചിറ്റപ്പ ഇവരാരാ? ഇത് കാരക്കൂടിൽ ദാസൻ, ഇത് അരവിന്ദസം. അയ്യോ പേടിക്കണ്ട, പാവങ്ങളാണ്. ഓരോരോ സാഹചര്യങ്ങളിൽ പെട്ട് ഒരു 5-6 കൊലപാതകം, 10-15 ബലാത്സംഗം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പാവങ്ങൾ അറിയണ്ട. നിങ്ങളെയൊന്നും ഞങ്ങളുടെ സർക്കാർ മറന്നിട്ടില്ല. നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ. നിങ്ങള് ജയിലിൽ പോയി കിടന്നു. ഡെയിലി 620 രൂപ കൂലി കിട്ടും. 620 ഗുണിക്കണം 365 സമം 2,26,300 രൂപ എന്ന് വെച്ചാ ഒരു കൊല്ലം ജയിലിൽ കിടന്നാ കിട്ടുന്നത് 2,26,300 രൂപ. അടക്കടവുളേ. അപ്പോ 10 കൊല്ലം ജയിലിൽ കിടന്ന 1 2 4 2 6 3 8 എന്റെ കുടുംബക്കാർ ഭഗവതി 10 കൊല്ലം ജയിലിൽ കിടന്ന 20,26,343 ഉറുപ്പ്യ. ചിറ്റപ്പ, നിങ്ങളെ ഈ നാട് ഭരിക്കാനിടയാക്കിയത് സാക്ഷാൽ ഈശ്വരനാണ്, കുടുംബക്കാരിൽ ഭഗവതിയാണ്. പാവങ്ങളെ മനസ്സിലാക്കാൻ പാവങ്ങളുടെ ഭരണകൂടത്തിനേ സാധിക്കും. നമ്മൾ ഈ മയക്കം തൂക്കി ആക്കി നടന്നിട്ട് എന്ത് കാര്യം? ചിറ്റപ്പ അനുഗ്രഹിക്കണം. വരൂ മക്കളെ, എന്റെ റിസോർട്ടിൽ പോയി നമുക്കൊരു ചായ കുടിക്കാം. എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് ജയിലിൽ പോയി കിടന്ന് കോടീശ്വരന്മാരായി തിരിച്ചു വരിക. ലാൽ സലാം ഭവിക്കട്ടെ. അയ്യോ ഒന്ന് കയറ്റി നടക്കേ. ആരെങ്കിലും ഒന്ന് ഈ ആശുപത്രി കയറ്റി നടക്കേ പ്ലീസ്. അയ്യോ ആരെങ്കിലും ഒന്ന് തുറക്കേ കയറ്റി. ഡോക്ടർ വിളിക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോ ചാകും. ഡോക്ടർ വിളിക്ക്. ഞാനിപ്പോ ചാകും. അയ്യോ ആരുമല്ല ഇവിടെ. ഇതൊരു സർക്കാർ ആശുപത്രിയല്ലേ. പ്ലീസ് ഈ ഗേറ്റ് ഒന്ന് തുറക്കേ. രാത്രി കിടന്ന് ശല്യം ഉണ്ടാക്കാതെ കാര്യം തന്നു. എന്റെ ഭർത്താവ് ശ്വാസം കിട്ടാതെ പിടഞ്ഞോണ്ടിരിക്കുക. പ്ലീസ് ഒന്ന് ഡോക്ടറെ വിളിക്കേ. നോക്കട്ടെ, വാ. എന്റെ മക്കളെ കാണോ? എന്റെ മക്കളെ കാണോ? ഇല്ല നിങ്ങൾക്കൊന്നും പറ്റില്ല. നമുക്ക് വേറെ ആശുപത്രിയിൽ പോവാം. ഞാനൊരു പാലക്കാടുകാരിയാണ്. 9 വയസ്സുള്ള മോളുണ്ട് എനിക്ക്. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഈയിടെ എന്റെ മോള് കളിക്കുമ്പോൾ വീണ് കൈയൊടിഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ ദിവസം കഴിയും തോറും എന്റെ മുഖം വേദന കൂടിക്കൂടി വന്നു. അവള് കിടന്ന് പൊളിയാൻ തുടങ്ങി. വീണ്ടും ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ അഴിച്ചപ്പോ എന്റെ കുട്ടിയുടെ കൈ ചീഞ്ഞു പോയതുപോലെ അണുബാധയാണ് പോലും. എന്റെ പൊന്നുമോളുടെ കൈ മുറിക്കാതെ പറ്റില്ലെന്ന് വേറെ രീതിയില്ലല്ലോ. സമ്മതിച്ചു. എല്ലാം കഴിഞ്ഞ് എന്റെ മോക്ക് ബോധം വന്നപ്പോ അവൾ ആ കൈയിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു, എന്റെ കൈ എവിടെയമ്മേന്ന്. ഞാൻ ചിത്രം വരയ്ക്കുന്ന എന്റെ കൈ എവിടെയമ്മേന്ന്. ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. അളിഞ്ഞഴുകി കെട്ടുതാറിയ സിസ്റ്റം. അല്പം മുമ്പ്
ശരിയായ ചികിത്സ കിട്ടാതെ ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഈ നിറകെട്ട ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ മറ്റൊരു കുടുംബം കൂടി അനാഥമായിരിക്കുന്നു. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന ഹതഭാഗ്യനായ ആ ചെറുപ്പക്കാരൻ കൂടി മരിച്ചു. വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. 19 അകമ്പടി വാഹനങ്ങൾ, ആഡംബര ജീവിതം, അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടാ. ഇല്ല, ഈ കസേര ഞാൻ വിട്ടുകൊടുക്കില്ല. കണക്ക് പുറത്ത്. What hell are you talking, Mr. Mardai Bardan? आप क्या बकवास बात कर रहे हैं? अपो हिंदी मालूम नहीं. Aren't you ashamed to say this? Are you chief minister? क्या मुख्यमंत्री है? चांबूर्न चाचरज. ക്ഷമിക്കണം ഭായ്, ഞങ്ങളുടെ കൂട്ടത്തില് PhD എടുത്തവർക്ക് പോലും നേരാവണ്ണം മലയാളം പോലും വായിക്കാൻ അറിയില്ല കേട്ടാ. പിന്നെ നിങ്ങള് അധികമൊന്നും വേണ്ട. നിങ്ങളും 8ാം ക്ലാസ്സും പുസ്തകമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അല്ല, എന്റെ നാട്ടുകാര് സമ്പൂർണ്ണ സാക്ഷരതയും അറിവുള്ളവരാണെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കുക. Stop it! We want Kerala. हमें केरल की जरूरत है. मारात्मक मारणम. അത് മാറ്റുന്നുണ്ട് മുതലാളി കേട്ടാ. What? മുതലാളി? ഓ സോറി കേട്ടാ, കോർപ്പറേറ്റ്. Corporate? What nonsense you are talking? We want Kerala. തരാം മുതലാളി. അടുത്ത 5 വർഷം കൂടി ഈ നാടിന്റെ ഭരണം എന്റെ കയ്യിൽ കിട്ടിയ കേരളം മുച്ചൂട് മുടിച്ച് ഞാൻ താങ്കളുടെ കയ്യിൽ തരാം. കാർൽ മാർക്സ് മുത്തപ്പനാണ് സത്യം. शुक्रिया, बहुत शुक्रिया. ഇനി ഇത് സഹിക്കാനാവില്ല. അധികാരസുഖം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് ഭരണാധിപന്റെ സ്വബോധം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നോട്ട് എന്തൊക്കെയാണ് നമ്മൾ സഹിക്കേണ്ടത്? വികസനം എന്ന വായാടത്വത്തിന് മറവിൽ നിന്ന് PMCയിൽ ഒപ്പിട്ടതോ, തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡിൽ ഒപ്പിട്ടതോ. നമ്മളൊന്നും മറന്നു പോകരുത്. സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതും ശബരിമലയിലെ സ്വർണം മുഴുവൻ ഊറ്റിയെടുത്ത് അരിച്ചു കൊണ്ടുപോയതും പകരം ചെമ്പടിച്ചതും നമ്മൾ മറന്നു പോകരുത്. പേവിഷ വാക്സിൻ കൊടുത്തിട്ട് പോലും രക്ഷ കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞിനെ നമുക്ക് മറക്കാനാവുമോ? ഈ നിറകെട്ട ഭരണകൂടം അതിന്റെ ഏറ്റവും വൃത്തികെട്ട പരിണാമ ദിശയിലാണുള്ളത്. നിലനിൽപ്പിന് വേണ്ടി അത് സ്വന്തം ശരീരത്തിലെ മതേതര മാംസം തന്നെ വിറ്റ് തുലക്കുന്നത് നമ്മൾ ഇനിയും കണ്ടു നിൽക്കണോ? ഡൽഹിയിലെത്തിയാൽ പണിപ്പെട്ട തുന്നിക്കൂട്ടിയ ഫാസിസ്റ്റ് മേൽക്കുപ്പായം ഇവർ ഒഴിഞ്ഞെറിയും. പിന്നീട് നരച്ച ചുവപ്പ് കളസം കാണിക്കാനുള്ള ധൃതിയിലായിരിക്കും ഈ കിരാതന്മാർ. നെറുകേടുകളും നുണകളും പച്ചയായ വർഗീയതയും ഒരൊഴുപ്പമില്ലാതെ പുറത്തേക്ക് തുപ്പുന്നവർ സമുദായങ്ങൾക്കിടയിൽ മുറിവുകൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏത് മാറാടും അവർ മാന്തിയെടുക്കും. ഏത് കൊസളാക്കുണികളെയും ചുമക്കും. ഏത് കാസക്കാരന്റെ കാലം പിടിക്കും. ഏത് ചാണകം കൊണ്ടും ചെയ്യും. ഇനിയൊരു നിമിഷം പോലും ഇവരെ വച്ചു വർപ്പിക്കരുത്. അരുത്. അക്രമങ്ങളും അധർമ്മങ്ങളും നമ്മുടെ മാർഗമല്ല. ആശയങ്ങളാണ് നമ്മുടെ ആയുധങ്ങൾ. ഭരണകൂട ഭീകരതയുടെ വീർപ്പുമുട്ടലുകളിൽ നിന്ന്
നമുക്ക് ഈ കേരളത്തെ സ്വതന്ത്രമാക്കണം. ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും അതിനുള്ള പടപ്പുറപ്പാടിലായിരിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇറക്കി വിടേണ്ടവരെ ഇറക്കി വിടുക തന്നെ ചെയ്യണം. അതിനായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ചൂണ്ടുവിരൽ. ചേതനയുടെ ചെന്തി കനലാ